ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഗോൾഡ് സൂക്കിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ദുബായിയുടെ ഒരു പകുതി ഭാഗവും ഈ ഗോൾഡ് സൂക്കാണെന്നാണ്. അത്രയും എന്തുമാത്രം ജ്വല്ലറികളാണെന്നറിയോ. വല്ല നമ്മൾ നാട്ടിലൊക്കെ ചന്തയിൽ പച്ചക്കറികൾ ഉണ്ടാവില്ലേ, പച്ചക്കറികൾ അടുത്തടുത്തടുത്ത് ഇങ്ങനെ പച്ചക്കറികൾ വിൽപ്പനക്കാർ, അതുപോലെയാണ് ഇവിടെ. അതും ഓരോ എന്താ പറയുക, ഡിസൈന് കാണണം. മാലയായിക്കോട്ടെ, വളകളായിക്കോട്ടെ, എല്ലാത്തരം ജ്വല്ലറികളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിടക്കണ എന്താ പറയുക, മലബാർ, ചെമ്മണ്ണൂർ ഒക്കെ ഇവിടെയും കിടക്കുന്നുണ്ട്. ഇതുണ്ടോ, വട്ടിരാജയുടെ ചങ്ങലയാണ് ആ കിടക്കുന്നത്. എന്താ ഭംഗിയിലേ. തീർന്നിട്ടില്ല കേട്ടോ, തീർന്നിട്ടില്ല. അത് മൊത്തം ഈ ഒരു ലോകം മൊത്തം സ്വർണ്ണ ഖനി എന്നൊക്കെ പറയൂലേ, സ്വർണ്ണങ്ങളുടെ കൂമ്പാരം എന്ന് പറയൂലേ, അല്ലെങ്കിൽ എന്താ പറയുക, സ്വർണ്ണവർണ്ണ കാഴ്ചകൾ എന്ന് പറയൂലേ, ഏത് വേണമെങ്കിലും പറയാം കേട്ടോ. നോക്കാം, നമ്മൾ നടക്കുന്ന പാതയിൽ തന്നെ എന്താ പറയുക, സ്വർണത്തിൻ്റെ ഒരു കളറിലുള്ള ഇരിപ്പിടായിക്കോട്ടെ, ഒരു റിങ് ആയിക്കോട്ടെ, വളകൾ പോലെ ഷേപ്പിലുണ്ട് ഓരോ ഭാഗത്തു കൂടെ നോക്ക്. ഇതിൽ നമ്മളെ എന്താ പറയുക, റൂമിനൊക്കെ ഇങ്ങനെ വിളിക്കൂലേ ഇവിടെ, അല്ലെങ്കിൽ ടാക്സിക്ക് അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ ഒരാളിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് വിളിക്കൂലേ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ആളുകൾ ക്യൂ ഉണ്ട് കേട്ടോ. ഓരോ ജ്വല്ലറിയുടെ മുന്നിലും ഓരോ ആളുകൾ ഇങ്ങോട്ട് വരൂ പറഞ്ഞിട്ട്. പക്ഷെ പറയണതൊക്കെ ഹിന്ദിയിലും അറബിയിലും ഇംഗ്ലീഷിലുമാണെന്ന് മാത്രം. ഞാനാണെങ്കിൽ എല്ലാം ഇതുണ്ടാവും. എന്താ മാലകളുടെ ഓരോ വലുപ്പവും വണ്ണവും തടിയും, എത്ര പവനായിരിക്കും ഇതിലൊക്കെ. അഷിമൻ പറയുന്നുണ്ട്, അമ്മ അങ്ങനെ അടുത്ത് പോയി ഇങ്ങനെ വീഡിയോ എടുക്കല്ലമ്മ, എന്തെങ്കിലും പിന്നെ കള്ളന്മാരെന്തെങ്കിലുമൊക്കെ വന്നാൽ പിന്നെ നമ്മൾ വീഡിയോ എടുത്തു എന്നായി ഇമ്മ എന്നറിയുന്നുണ്ട്. സംഭവം ശരിയാണ്, നമ്മളിങ്ങനെ അടുത്ത് പോയി വീഡിയോ എടുക്കുമ്പോൾ എന്താ വിചാരിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അവർക്കൊന്നൊരു പ്രോബ്ലം ഉള്ള പോലൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം അല്ലെങ്കിൽ അവർ പറയേണ്ടതില്ലേ വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന്. പക്ഷെ അവരൊക്കെ സഹകരിക്കുകയാണ് ചെയ്തത്. അതായത് എടുത്തോളൂ, അടിയിലൊക്കെ ഉണ്ട് നല്ല മോഡലെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് ചെയ്തത്. ആഷിമന് പക്ഷേ ഭയങ്കര ഇതൊക്കെ ആഷിമന് പക്ഷേ ഭയങ്കര ഭയം. കാരണം അത്രയും അടുത്ത് പോയിട്ടില്ലേ ഇപ്പം ഞാനിതൊക്കെ എടുക്കണത്. എന്താ, ഒരു മാല ഇട്ടാൽ തന്നെ ഒരു കല്യാണ പെണ്ണിന് ഫുള്ളായി, പിന്നെ വേറെ സ്വർണം അവിടെ ആവശ്യമില്ല. അങ്ങനെയാണ് ഓരോ മാലകളുടെ ഡിസൈൻ കേട്ടോ. നമ്മൾ കാണാത്ത തരം മോഡലുകളും. ഒരു മനുഷ്യനെ ഫുള്ളും സ്വർണ്ണത്തിൽ മുക്കി നിർത്തിയിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അത് വേറെ ഭാഗത്താണ്. ഇപ്പം നമ്മൾ ഈ ഭാഗത്താണ്. ഇത് നോക്കുക, ഇതിൻ്റെ ഡിസൈനും ഭംഗിയും കണ്ടില്ലേ, എന്ത് മനോഹരം. എന്താ പറയുക, ഇത് കണ്ടോ, നിലത്തന്നെ കണ്ടില്ലേ, റിങ് സ്വർണ്ണ കളറിൽ കണ്ടില്ലേ, എന്താ ഭംഗിയില്ലേ. നല്ല ഭംഗിയായിട്ടോ ഇതൊക്കെ കാണാൻ. ഇത് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ റിങ് പോലെ കുറേ സംഭവങ്ങളുടെ സ്വർണത്തിൻ്റെ പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നിലത്തൊക്കെ. മദാമ്മമാരിപ്പോൾ കാര്യമായിട്ട് സ്വർണ്ണം നോക്കുന്നത്. ഒരു മുട്ട് കമ്മൽ പോലും ഇടാത്തവരാണ് അവർ. പിന്നെ എന്തിനു പറയുന്നു, ഡ്രസ്സും കൂടി മേത്തില്ല പിന്നല്ലേ ഇപ്പോൾ ഒരു സ്വർണ്ണം ഇടുന്നത്. അതൊക്കെ പോട്ടെ. ഇത് ഡയമണ്ട് കേട്ടോ, ഡയമണ്ടിൻ്റെ സംഭവങ്ങൾ മൊത്തം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഈ സ്വർണത്തിൻ്റെ അത്ര റേറ്റ് വരുന്ന വാച്ച്, അതായത് ബോയ്സിനൊക്കെ പുരുഷന്മാർക്കൊക്കെ പറ്റിയ വാച്ച്, അങ്ങനെ ഒരു വിഭാഗം വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് എൻ്റെ നാട് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാടിലത്തെ റോസ് ആൻഡ് റോസും ലാമിയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ അവിടേക്ക് കയറിയിട്ടുള്ളൂ. ഈ ദുബായ് ഗോൾഡ് സൂക്ക് കണ്ടപ്പോഴേ എൻ്റെ കണ്ണ് തള്ളിയെന്ന് അറിയാലോ. എനിക്ക് തോന്നുന്നത് എന്നാൽ എല്ലാത്തിനേക്കാളും മനോഹരം ഇവിടെ ആണോ എന്ന്. അതിപ്പോൾ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണോ എന്നും എനിക്കറിയില്ല, അതോ ഇനിയിപ്പോൾ ഈ സ്വർണം കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ടാണോന്നും എനിക്കറിയില്ല. എന്തായാലും ശരി, മധുര മനോഹരം എന്നറിയണ പോലെയാണ്. MHK ജ്വല്ലറി, അജ്മൽ ജ്വല്ലറി, എത്രങ്ങാനും ജ്വല്ലറികൾക്കൊന്നും പേരിന് ഒരു ക്ഷാമല്ലടോ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആഷിമോൻ എന്താ ചെയ്യണത്? ഇതെന്ത് സംഭവം എന്നറിയോ, എങ്ങനെ ക്യാഷ് കൊടുത്താലേ നമ്മൾ ഇവിടുന്ന് ഒരു കാർഡ് എടുക്കും. ആ കാർഡ് ചുരണ്ടി നോക്കിയാൽ പ്രൈസാണ്. അങ്ങനെ റിനിമോൾക്ക് ഒരു കാർഡ് അവൻ എടുത്തു കൊടുത്തു. അത് ചുരണ്ടി കേട്ടോ. റിനിമോളോട് പറയുന്നുണ്ട്, ഇതിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കൊടുത്ത പൈസ തരേണ്ടി വരും കേട്ടോ റിനിമോളേന്ന്. അതിങ്ങനെ ചുരണ്ടി നോക്കണ്ട, പക്ഷേ അതിലൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മനു എടുത്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കുമെന്ന്.
റിനിമോള് ചിരിക്കുന്നുണ്ട്, ചമ്മിയ ചിരിയാണ് പക്ഷേ കേട്ടോ. അതൊക്കെ എന്താ പറയുക, ഇവരെ തട്ടിപ്പാണ്. കാരണം അത്രയും ദിർഹം അവർക്ക് കിട്ടില്ലേ, ഒരു ഭാഗ്യപരീക്ഷണം എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷേ ചിലർക്ക് കിട്ടുന്നുണ്ട്, അത് അവരുടെ ആളുകളാണെന്നും അതും അറിയില്ല കേട്ടോ നമുക്ക്. കാരണം അവർ ചുരണ്ടിയിട്ട് ചിലർക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, അറിയില്ല. എന്തായാലും ശരി, ഒരു കാർഡും കൂടി എടുത്തു. പക്ഷെ അതിൽ 1 റിയാൽ കിട്ടിയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു മനു എന്തായാലും എടുത്താൽ കിട്ടും, മനു ഭാഗ്യമുള്ള കുട്ടിയാണ്. അതതിനേക്കാളും വലിയ തമാശ. മനു ഭയങ്കര ദിക്കറും സലാത്തൊക്കെ ചൊല്ലിയോന്നറിയില്ല. ഐ ഡോണ്ട് നോ. എന്തായാലും ശരി, മനു ഒരു കാർഡ് എടുത്തിട്ടോ. റീനുവിൻ്റെ 1 റിയാലെങ്കിലും കിട്ടി. മനുവിൻ്റെ ഗോവിന്ദ ഗോവിന്ദ. അത് പാടാൻ മനു ചുരണ്ടിയതേ മടങ്ങിട്ടോ. റീനു ആഷിമോനും മനുവിനെ കളിയാക്കണുണ്ട്. വീണ്ടും നമ്മൾ ഗോൾഡ് സൂക്കനെ കാണുന്നത് കേട്ടോ. കാരണം നമ്മൾ നടക്കണ പാതയൊക്കെ ഇതാണ് കേട്ടോ. അവിടെ ഇതുപോലത്തെ കുറച്ച് തട്ടിപ്പുകാരെ ഇടയിൽ കൂടെ ഇങ്ങനെ നിൽക്കണമെന്നല്ലാണ്ട് ബാക്കി കാര്യമായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, സ്വർണ്ണ കൂമ്പാരം, സ്വർണ്ണ ഖനി എന്നൊക്കെ അതുതന്നെയാണ് സത്യത്തിൽ ഈ ഒരു നഗരം. ഇതിന് പേരെന്നെ ഈ ഭാഗത്തേക്ക് പോണ പേരെന്നെ എന്താണെന്നറിയില്ലേ, ഗോൾഡ് സൂക്ക്. പക്ഷെ ഞാനങ്ങനെ അവരിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ റിനുമോൾക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു, ഷൂ ഇട്ടിട്ട് കാല് വേദനിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ റിനുമോളും ആഷിമോനും അപ്പുറത്ത് ചെരുപ്പ് നോക്കണം കേട്ടോ. അങ്ങനെ റിനുമോൾക്കൊരു ചെരുപ്പ് ഇഷ്ടമായി, ആഷിമോനെ അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. രണ്ടില്ല, എൻ്റെ ആഷിമോൻ ഇട്ട് കൊടുക്കണു. ഭർത്താക്കന്മാർക്ക് മാതൃകയാണ് എൻ്റെ ആഷിമോൻ കേട്ടോ. കണ്ടല്ലോ നിങ്ങൾ എൻ്റെ ആഷിമോനെ എങ്ങനെ എൻ്റെ റിനുമോൾ നോക്കണൂന്ന്. അല്ല, എൻ്റെ റിനുമോൾ ഇത് കേട്ടെന്നെ തല്ലാൻ വരുമെന്ന് അറിയൂല. എന്തായാലും നിങ്ങൾ കണ്ടല്ലോ സത്യമൊക്കെ. പിന്നെതാ എൻ്റെ മനുവിനൊരു കന്തൂർ എടുക്കാൻ എൻ്റെ ബുഷിപ്പുറത്തെ കടയിൽ ഞാനും ബുഷും മനുവും കൂടെ കയറി. ഞാൻ പറഞ്ഞു മനു ഉള്ള ഡ്രസ്സേ മനു ഇടണില്ല, അതിൻ്റെ ഇടയിൽ കൂടെ മനു കന്തൂർ ഇടുമോ? എനിക്ക് തോന്നണില്ല, അത്രയും ദിർഹം കൊടുത്ത് വെറുതെ വാങ്ങണ്ട. ഞാനിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ബുഷിന് ഭയങ്കര ആഗ്രഹം മനു കന്തൂറിട്ട് കാണാൻ. എന്നിട്ട് ഞാനാണെങ്കിൽ ഇവിടെ കാര്യമായിട്ട് ഇവരുടെ ഫർദയുടെ മോഡലും ഭംഗിയൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എടുത്തില്ല കേട്ടോ. ഇതിൻ്റെ മുടി നോക്ക്, നല്ല ഭംഗിയില്ല നീഗ്രോയുടെ മുടി കാണാൻ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് മടങ്ങുകയാണ് കേട്ടോ. കാരണം ഇത് തീരൂല, ഗോൾഡ് സൂക്ക് തീരൂല. അത്രയും ഞാൻ പറഞ്ഞില്ലേ, ഒരു ദുബായ് മൊത്തം അത്രയും ഗോൾഡ് സൂക്ക് തന്നെയാണ്. പിന്നെ ഞാനൊരു കാര്യം എടുത്ത് പറയാറുണ്ട്, എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ ഏതെല്ലാം തരം മോഡൽ വണ്ടികളാണെന്നറിയോ. വണ്ടികളാണെങ്കിൽ ഞാൻ പറയും ദുബായ്ക്ക് വരണമെന്ന് പറയും, നല്ല മോഡൽ വണ്ടികളാണെങ്കിൽ. പിന്നെ അതുപോലെ നമ്മൾ അങ്ങനെ അവിടുന്ന് പോയിട്ട് ഒരു മാർക്കറ്റിൽ പോയി. അതിൻ്റെ ഇടയിൽ റിനിമോൾ എന്തോ ഒരു ഡൗട്ട് ചോദിക്കുന്നു. ഈ മാർക്കറ്റ് കണ്ടപ്പോഴേ എനിക്ക് ഡൽഹിയാണ് ഓർമ്മ വന്നിട്ടോ. ഡൽഹി സരോജിനി മാർക്കറ്റും കപ്പട മാർക്കറ്റൊക്കെ കയറി ഇറങ്ങിയ ഒരു പ്രതീതിയാണ് എനിക്ക്. കാരണം അവിടെ എങ്ങനെയാണ്, ഇതിവിടെ ദുബായിൽ ഒരു ചന്ത പോലെയാണ് കേട്ടോ. കാരണം ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടും. ഇത് കണ്ട് ഇവർ കറുപ്പന്മാർ, ഇവർ തട്ടിപ്പുകാരത്രയും. ഇവർ എന്താ പറയുക, ആളുകളുടെ പോക്കറ്റ് അടിക്കുക, അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്ത് ആളുകൾ ഒറ്റക്കാണെങ്കിൽ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയിട്ട് പേഴ്സ്, ഫോണ്, എന്തെങ്കിലും ഗോൾഡ് ഉണ്ടെങ്കിൽ അത് ഒക്കെ അടിച്ചു മാറ്റും അത്രേ. അതാണ് ഈ കറുപ്പന്മാരുടെ ഒരു ഏരിയയാണ്. എൻ്റെ ആഷിമോന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആഷിമോന് നിൽക്കണ ഭാഗം കറുപ്പന്മാരുടെ ഒരു ഏരിയ കേട്ടോ. എൻ്റെ ബുഷും പനും നടന്ന് അവിടെ ക്ഷീണിച്ച് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. എന്നിട്ട് ആഷിമോനും റീനും എത്തിയപ്പോൾ ഞാൻ അപ്പുറത്തിരിക്കണ്ടാന്ന് കേട്ടോ. ഞാൻ ക്ഷീണിച്ചിരുന്നപ്പോണോ, പക്ഷെ എന്നെ ഞാൻ കാണിക്കൂലല്ലോ. ആഷിമോൻ എത്തിയപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ഇനി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട്ടോ. ഓക്കെ.